നഗരത്തിലൂടെ ഒരു ബസ് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. അല്പദൂരം കഴിഞ്ഞ് ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ആ ബസ്സിൽ കയറി. 7 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ അയാൾ വീട്ടിലേക്ക് മടങ്ങുന്ന ഭാഗമാണ്. ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ തെറ്റിന് തൻ്റെ ഭാര്യയും മക്കളും തന്നോട് ക്ഷമിക്കുമോ എന്നുള്ളൊരു അങ്കലാപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുമ്പ് ഇദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കൊരു കത്ത് എഴുതിയിരുന്നു. നീ ആ പഴയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, നീ എന്നോട് ക്ഷമിക്കുമെങ്കിൽ, എൻ്റെ മക്കൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ ബസ്സിന് ഞാൻ വീട്ടിലേക്ക് വരും, അതിലൂടെ കടന്നു പോകും. ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള മരത്തിൽ ഒരു വെള്ളത്തുണി കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ നീ എന്നെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ ഇറങ്ങിക്കൊള്ളാം. ഇത്രയും പറഞ്ഞ ഒരു കത്തെഴുതി അദ്ദേഹം അടുത്ത ഞായറാഴ്ച ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. വീടിനോട് അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ട്. ഇനി മരത്തിൽ വെള്ളത്തുണി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ പേടിച്ചരണ്ട് വീടിനോടടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പയ്യെ വീട്ടുമുറ്റത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വലിയ ആകാംക്ഷയും അത്ഭുതവുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒരു മരത്തിൽ മാത്രമല്ല വെള്ളത്തുണികൾ, അതിനോട് ചുറ്റോടുമുള്ള എല്ലാ മരങ്ങളിലും കുറേയേറെ വെള്ളത്തുണികൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. സ്നേഹത്തിന് മുന്നിൽ സകല തെറ്റുകളും നിഷ്പ്രഭമാകുന്നു. സ്നേഹം പുത്തൻ പ്രതീക്ഷകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹം എല്ലാം സഹിക്കുന്നു. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു. ഈശോയുടെ രക്ഷാകരമായിട്ടുള്ള ഉത്ഥാനത്തെയും ദൈവസ്നേഹത്തെയും ധ്യാനിക്കുന്ന ഉയർപ്പ് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഉദ്ധിതനായ ഈശോ കടൽ തീരത്ത് വച്ച് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ സ്നേഹത്തോടുകൂടി സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പത്രോസിനെ പോലെ ദൈവസ്നേഹത്തിൽ നിറയപ്പെടണമെന്നുള്ള വലിയ സന്ദേശം ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് അല്പം ധ്യാനിക്കാമെന്ന് തോന്നുകയാണ്. യേശുവിനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന്, യേശുവിൻ്റെ ചോദ്യത്തിന്, കർത്താവേ അങ്ങ് എല്ലാം അറിയുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെന്നും അങ്ങ് അറിയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുന്നിൽ നടത്തുന്ന ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകടനമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് യേശു ചോദിക്കുമ്പോൾ, ഈശോ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് അവിടെ കൊടുക്കുന്ന ഒരു ഗ്രീക്ക് പദത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. യേശു ചോദിക്കുന്ന ഈ ചോദ്യത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് അഗാപ്പെ എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവമായ അഗാപ്പെ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഗ്രീക്ക് പദത്തിൽ സ്നേഹത്തിന് 8ഓളം വാക്കുകളുണ്ടെങ്കിലും ഇവിടെ ഈശോ ഉപയോഗിക്കുന്ന പദം അഗാപ്പെ എന്നുള്ളതാണ്. അഗാപ്പെ എന്ന ഒരു വാക്ക് നിസ്വാർത്ഥമായ, വ്യവസ്ഥകളില്ലാത്ത, ത്യാഗം ആവശ്യപ്പെടുന്ന ദൈവീക സ്നേഹമെന്നാണ് ഈ അഗാപ്പെ എന്ന വാക്കിനർത്ഥം. നിസ്വാർത്ഥമായ, വ്യവസ്ഥകളില്ലാത്ത, ത്യാഗം ആവശ്യപ്പെടുന്ന ദൈവീകമായ സ്നേഹമെന്നാണ് ഈ അഗാപ്പെ എന്ന വാക്കിനർത്ഥം. ഇതാണ് മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും പരാതിപ്പെടുന്നത്? സ്നേഹത്തിൻ്റെ പേരിൽ എപ്പോഴും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും എപ്പോഴും നമുക്ക് പരാതിയാണ്. ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, മക്കൾ ഞാൻ കരുതിയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല. എപ്പോഴും ഈ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും പരാതികളാണ്. എന്താണ്? എന്നെ എപ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് കുടുംബത്തിൽ. എന്നെ എൻ്റെ അമ്മായിയമ്മ മനസ്സിലാക്കുന്നില്ല.
എൻ്റെ ഭർത്താവ് എന്നെ ഞാൻ ആയിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ മനുഷ്യൻ്റെ സ്നേഹത്തിനും ദൈവസ്നേഹത്തിനും ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യൻ്റെ സ്നേഹം എന്താണ്? അത് സ്വാർത്ഥപരമായിട്ടുള്ള സ്നേഹമായിരിക്കും മനുഷ്യൻ്റെ സ്നേഹം. വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള സ്നേഹമായിരിക്കും പലപ്പോഴും മനുഷ്യൻ്റെ സ്നേഹം. എപ്പോഴെങ്കിലും സഹനങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ അവനെ തേച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരിക്കും, ഇന്നത്തെ കാലഘട്ടത്തിലൂടെ പറഞ്ഞാൽ തേച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരിക്കും മനുഷ്യൻ്റെ സ്നേഹത്തിനുള്ളത്. എന്നാൽ ദൈവിക സ്നേഹം അങ്ങനെയല്ല. അത് വ്യവസ്ഥകളില്ലാത്ത നിസ്വാർത്ഥമായ ത്യാഗം ആവശ്യപ്പെടുന്ന സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദൈവസ്നേഹത്തിൽ അടിയുറച്ചു വളരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. എന്താണ് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ? ബൈബിളിൻ്റെ ഏടുകളിലൂടെ താളുകളിലൂടെ പരിശോധിക്കുമ്പോൾ ഏതാനും ചില ദൈവസ്നേഹത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു 5-6 സവിശേഷതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്, ദൈവസ്നേഹത്തിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകളെക്കുറിച്ച്. ഒന്നാമതായി ദൈവസ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് അമ്മയേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 20-ാം തിരുവചനം, എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ, നീ എൻ്റെ പൊന്നോമന കുട്ടൻ. ജെറമ്യയുടെ പുസ്തകത്തിൽ നമ്മളത് കാണുകയാണ്. അമ്മയുടെ സ്നേഹത്തെ മറികടക്കുന്ന ഒരു സ്നേഹമാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ കാണുക. രണ്ടാമതായിട്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പനേക്കാൾ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പനേക്കാൾ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റേത്. പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ പിതാവേ എന്നാണ് വിളിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാം തിരുവചനം, അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ, അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ അങ്ങാണ് എന്ന് പണ്ട് മുതലേ എന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ പിതാവ് എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 10-ാം തിരുവചനം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിലാണല്ലോ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുന്നത്. അവിടെ ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന വലിയൊരു പിതാവിൻ്റെ ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അപ്പനേക്കാളൊക്കെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ദൈവസ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരതയുള്ളതാണ് എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യൻ്റെ സ്നേഹം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? ചില സമയത്ത് ചില ഇടങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളോട്, അവസ്ഥകളോട്, വ്യക്തികളോടൊക്കെ നമ്മൾ സ്നേഹം കാണിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് സ്ഥിരമായ സ്നേഹമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനത്തിലാണ്, മലകൾ അകന്നു പോയേക്കാൾ, കുന്നുകൾ തകർക്കപ്പെട്ടേക്കാൾ, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം എപ്പോഴും വിട്ടുപിരിയുകയില്ല. മലകൾ അകന്നു പോയേക്കാൾ, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് അചഞ്ചലമാണ്, അതൊരിക്കലും വിട്ടുപിരിയുന്ന സ്നേഹമല്ല. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് എന്നുള്ളതാണ്.
അടുത്തതായി ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവസ്നേഹം അത് രക്ഷിക്കുന്ന സ്നേഹമാണ്. നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 2-ാം തിരുവചനം, ദൈവം ചോദിക്കുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ, യോനായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗത്തിൽ യോന ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. സ്നേഹം നിറഞ്ഞവരെ, രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാപങ്ങൾ ഇളവ് ചെയ്യുന്ന ഒരു സ്നേഹമാണ് ദൈവസ്നേഹം. പാപങ്ങൾ ഇളവ് ചെയ്യുന്ന ഒരു സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പാപിനിയോട് ഇങ്ങനെ യേശു പറയുന്നുണ്ടല്ലോ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ നീ പാപം ചെയ്യരുത്. പാപങ്ങൾ കരുണയോടെ ക്ഷമിക്കുന്ന ഒരു പിതാവായ ദൈവമാണ് നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്ന നമ്മുടെ പിതാവായ ദൈവം. പാപങ്ങൾ കരുണയോടെ ക്ഷമിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 24-25 തിരുവചനങ്ങളിൽ, നിന്റെ തെറ്റുകൾ തുടച്ചു നീക്കുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നിന്റെ തെറ്റുകൾ തുടച്ചു നീക്കുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഇപ്രകാരം പാപങ്ങൾ ക്ഷമിക്കുന്ന, കരുണയോടെ ക്ഷമിക്കുന്ന ഒരു പിതാവായ ദൈവമാണ് നമ്മുടേത്. അടുത്തൊരു ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെക്കുറിച്ച്, ഓരോ മനുഷ്യനെക്കുറിച്ചും പദ്ധതികളുള്ള ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള, അത് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുകയില്ല എന്നാണ് പറയപ്പെടുക. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള ഒരു പദ്ധതി എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അവസാനമായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം അത് വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയെയും എടുത്ത് സ്നേഹിക്കുന്നതാണ് നമ്മുടെ പിതാവായ ദൈവം. അതാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ദൈവസ്നേഹം അത് വ്യക്തിപരമായ സ്നേഹമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്, നഷ്ടപ്പെട്ട ഒരാടിനു വേണ്ടി കണ്ടത് 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന, വ്യക്തിപരമായിട്ട് ആ ആടിനെ സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുക. അതുപോലെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു ദൈവസ്നേഹത്തിലാണ് നമ്മളെല്ലാവരും അടിയുറച്ച് വളരുക എന്ന് പറയുന്നത്. നമ്മളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, വ്യവസ്ഥകളില്ലാതെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവത്തിൽ നമ്മൾ അഭയം പ്രാപിക്കണമെന്ന് ഈ പത്രോസ്ലീഹായുടെ സ്നേഹത്തിലൂടെ നമുക്കും ഈശോ പറഞ്ഞു തരികയാണ്. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തു സ്നേഹത്തെ പറ്റി പ്രസംഗിക്കുന്ന, അവൻ്റെ നിഴലായി മാറുന്ന ഒരു പത്രോസിനെ നമ്മൾ ഈ സുവിശേഷത്തിലും ലേഖനത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയെ പോലെ മരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞ് എന്നെ കുരിശിൽ തലകീഴായി മരിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി മരിച്ച ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവസ്നേഹം പ്രകടിപ്പിച്ച, പത്രോസ് തൻ്റെ ദൈവസ്നേഹം പ്രകടിപ്പിച്ച വലിയ വഴികളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കരുണയിൽ സമ്പന്നൻ എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്, കാരുണ്യത്തോടെയുള്ള ഒരു നോട്ടം, കാരുണ്യത്തോടെയുള്ള നമ്മുടെ ഒരു നോട്ടം, സാരമില്ല കൂടെയുണ്ട് എന്നുള്ളൊരു ആശ്വാസ വചനം, നമ്മുടെ ഒരു ചെറു പുഞ്ചിരി,
ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, ഇവയെല്ലാം നമുക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ ഇതൊക്കെയായിരിക്കും മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഭർത്താവിനെ നോക്കി ഒരു ചെറുപുഞ്ചിരി ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കളെ നോക്കി നമ്മൾ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വാസത്തോടുകൂടി അവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ, അത് ദൈവസ്നേഹം നമ്മിലൂടെ പ്രകടമാകുന്ന വലിയ അടയാളങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. സ്നേഹം നിറഞ്ഞവരെ, സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോലെ അത് പ്രവൃത്തിയിലൂടെ നമ്മൾ പ്രകടമാക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ചെറു പുഞ്ചിരിയിലൂടെയാകാം, നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതിലാകാം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിലാകാം. അതിലൂടെയെല്ലാം ഈ ദൈവസ്നേഹം നമ്മിലൂടെ ആകും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ നുണയനാണ് എന്ന് പറയുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ അപരനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാനും കഴിയുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അപരനെ സ്നേഹിക്കാൻ കഴിയുന്നിടത്ത് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാനും നമുക്ക് കഴിയുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അപരനോടുള്ള സ്നേഹമാണ് നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നത്. അപരനോടുള്ള, മറ്റുള്ളവരോടുള്ള ഒരു ചേർത്ത് നിർത്തലാണ്. അവനെ ഒന്ന് സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെയും സ്നേഹിക്കുക എന്ന് പറയാൻ സാധിക്കുക. സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവവുമായി സ്നേഹത്തിലായിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രണയം, ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ഏറ്റവും വലിയ സാഹസികത, അവിടുത്തെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഈശോ പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മളോടും ചോദിക്കുന്നുണ്ട്. മകനെ, മകളെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തെക്കാൾ, നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളേക്കാൾ, നിന്റെ കുടുംബ സമ്പത്തിനേക്കാൾ, നിന്റെ കുടുംബ സാഹചര്യങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തെ സ്നേഹിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സൗഹൃദങ്ങളൊന്നും ദൈവത്തെ സ്നേഹിക്കാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ പത്രോസിനെ പോലെ ഒരു ലഹരി എപ്പോഴും വേണം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലഹരി ആവശ്യമാണ്. അത് ഭൗതികമായിട്ടുള്ള ലഹരിയല്ല, കർത്താവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലഹരി എന്ന് ഈ പത്രോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പത്രോസ്ലീഹ ഭൗതികമായിട്ടുള്ള സ്നേഹ ലഹരിയിലേക്ക് പോയപ്പോൾ അവൻ അവിടെ വഴുതി വീഴുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയേക്കാൾ അധികമായിട്ട് വലയെയും വഞ്ചിയെയും സ്നേഹിക്കാൻ വേണ്ടി അവൻ പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ വഴുതി വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ക്രിസ്തു സ്നേഹം അവൻ്റെ ലഹരിയായി മാറിയപ്പോൾ അവൻ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് വളരുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അധികം സ്നേഹിക്കാനാണ് പത്രോസ്ലീഹായോട് ഈശോ പറഞ്ഞത്. നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഈ അധികം സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ പാപിനിയായ സ്ത്രീയോട് ഈശോ പറയുന്നതും, ഇവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അധികം സ്നേഹിക്കാൻ പറ്റുക എന്നതാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ സവിശേഷത. അധികം സ്നേഹിക്കാൻ സാധിക്കുക എന്നതാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അതായത് സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയല്ല, നമ്മളെ ദ്രോഹിക്കുന്നവരോടുകൂടി അവരെയും കൂടി നമ്മൾ സ്നേഹിക്കുന്നതിലാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ സവിശേഷത, അടിസ്ഥാനം എന്ന് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പട്ടിണിയോ, ക്ലേശമോ, ദുരിതമോ, ആപത്തോ, വാളോ? സഹനമാണ് സ്നേഹത്തിൻ്റെ ആഴം നിശ്ചയിക്കുന്നത്. സഹനമാണ് സ്നേഹത്തിൻ്റെ ആഴം നിശ്ചയിക്കുന്നത്. അധികം സ്നേഹിക്കാൻ, മറ്റുള്ളവരെ അധികം സ്നേഹിക്കാൻ നമുക്കാകട്ടെ. അത് ചിലപ്പോൾ ചില സഹനങ്ങളിലൂടെയൊക്കെ പോയാൽ പോലും നമുക്ക് അധികം അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നിടത്ത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ സ്നേഹത്തിൻ്റെ മുഖമുദ്രയായി നമ്മളും മാറുമെന്നുള്ളതാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും.
ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും അവരെന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. നമ്മുടെ കൂടെയുള്ളവരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാം. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, അവരിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതുകൊണ്ട് ഈ ദൈവസ്നേഹത്തിൽ അടിയുറച്ചു വളരാൻ നമുക്കാകട്ടെ. പരാതികളും പരിഭവവുമില്ലാതെ നമ്മുടെ മനുഷ്യരെ, കൂടെയുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. ദൈവസ്നേഹത്തിൽ അടിയുറച്ചു വളരുന്ന ഒരു വ്യക്തിക്ക് അവരെന്നെ സ്നേഹിക്കാൻ ഒരിക്കലും മടുപ്പ് തോന്നില്ല. പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ദൈവസ്നേഹത്തിൽ പെറ്റമ്മയേക്കാൾ അമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന, അപ്പനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ദൈവം നമ്മുടെ സ്ഥിരമായി അചഞ്ചലമായി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മാറോട് ചേർത്തണയ്ക്കുന്ന, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുള്ള ആ ദൈവസ്നേഹത്തിൽ അടിയുറച്ചു വളരാൻ നമുക്കൊക്കെ ആകട്ടെ. അപ്രകാരം അവരെന്നെ സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ അടിയുറച്ചു വളരാൻ നല്ലവനായ കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.